അങ്ങനെ ഒടുവിൽ വിദ്യാർത്ഥികൾ ജയിച്ചിരിക്കുന്നു, ജനങ്ങൾ ജയിച്ചിരിക്കുന്നു, രാജ്യം ജയിച്ചിരിക്കുന്നു, സത്യം ജയിച്ചിരിക്കുന്നു. സത്യത്തെയും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും നന്മകളെയും എല്ലാം തല്ലിക്കൊഴിക്കാമെന്നും തച്ചുടയ്ക്കാമെന്നും വ്യാമോഹിച്ച ഒരു ഗവൺമെൻറ് മുട്ടുകുത്തിയിരിക്കുന്നു. BJP ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ കനത്ത പരാജയമാണിത്. ആദ്യം തോറ്റത് കർഷകൻ്റെ പോരാട്ട വീര്യത്തിന് മുമ്പിലായിരുന്നുവെങ്കിൽ അതേ BJP ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് ഇപ്പോൾ വിട്ടുകൊത്തിയത് വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും സമരൈക്യത്തിന് മുമ്പിലാണ്. ഈ സമരത്തെ കണ്ടില്ല എന്ന് ഭാവിക്കാൻ, അവരെ പാർട്ടികളെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ, അവരുടെ പോരാട്ടത്തിന് ഒരു പിന്തുണയുമില്ലെന്ന് വാദിക്കാൻ എല്ലാം ശ്രമിച്ച BJPയും മോദി ഗവൺമെൻറ്റും അവസാനം ആ മഹാസമരത്തിൻ്റെ വ്യാപ്തിയും ആഴവും സത്യവും കണ്ടുകൊണ്ട് മുട്ടുകുത്താൻ നിർബന്ധിതമായതാണ്. ഇത് പലതിൻ്റെയും ആരംഭമാണ്. അജയ്യനാണ് മോദിയെന്നും ഒരിക്കലും BJPയെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്നും എല്ലാം പറഞ്ഞു പോകുന്നവർക്കെല്ലാം ഉത്തരം കിട്ടിയിരിക്കുന്നു. രാജ്യം തീരുമാനിച്ചാൽ, വിദ്യാർത്ഥികളും ജനങ്ങളും തീരുമാനിച്ചാൽ, എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ഒന്നിനെയും കൂസാതെ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചാൽ അതിനു മുമ്പിൽ RSSനും BJPക്കും മോദിക്കും മുട്ടുകുത്തി പിന്നോട്ട് പോയ തീരുവെന്ന കാര്യം ഈ രാജ്യം കാണുകയാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ അഭിമാനത്തിൻ്റേതാണ്. ഈ നിമിഷങ്ങൾ തികഞ്ഞ വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ് എല്ലാവർക്കുമായി പങ്കുവെക്കുന്നത്. ആ പങ്കുവെക്കലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. തീർച്ചയായിട്ടും ആകുന്ന എല്ലാ കഴിവോടും കൂടി AISFും AIYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ ശക്തികളാകത്തന്നെയും ഇതിനകത്ത് വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് വീരം പകരുവാനായി ഉണ്ടായിരുന്നു. NFIW മിനിഞ്ഞാന്ന് അവിടെ സമരരംഗത്തുണ്ടായിരുന്നു. AISFും AIYFും സ്ഥിരമായിട്ട് അവിടെ തന്നെയുണ്ട്. ജന്തർ മന്ദറിലെ ഓരോ രാവും ഓരോ പകലും നാം കണ്ട കാഴ്ച അതാണ്. കൊടിഭേദങ്ങളെല്ലാം മറന്നുകൊണ്ട്, സംഘടനാ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമെല്ലാം ആയിരക്കണക്കിനായി അവിടെ എത്തിച്ചേർന്നു. അവരെ 20-ാം തീയതി ലാത്തി ചാർജ് കൊണ്ട്, ടിയർ ഗ്യാസ് കൊണ്ട്, വെടിയുണ്ട കൊണ്ട് പോലീസ് സേനയെ കാണിച്ച് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്ന് കരുതിയ മോദി ഗവൺമെൻറ്റിന് തെറ്റുപറ്റി. അന്ന് തന്നെ ആ വ്യാമോഹത്തിൻ്റെ പൊള്ളത്തരം അവർക്കന്ന് ബോധ്യപ്പെട്ട് കാണും. അവിടെ നിന്നിങ്ങോട്ട് ഓരോ ചുവടിലും ആ സമരവീര്യം മുമ്പോട്ടായിരുന്നു. അവരെ കെടുകിലാക്കാൻ വേണ്ടി അവർക്ക് പണിത് ഉയർത്തിയ എല്ലാ തെറ്റുകളും എല്ലാ ഗൂഢനീക്കങ്ങളും അമ്പെ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഓരോരോ ചർച്ചാ പ്രഹസനങ്ങൾ, ഓരോരോ ഫോർമുലകൾ, അതെല്ലാം വെച്ചുകൊണ്ട് മോദി ഈ സമരവീര്യത്തെ തടയാൻ ശ്രമിച്ചെങ്കിൽ പോലും അവരുടെ ഒന്നും മുമ്പിൽ കണ്ണുമഞ്ഞളിച്ചു പോകാതെ, വ്യാമോഹത്തിലാകാതെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഉജ്ജ്വലമായി പോരാടി. രാജ്യം മുഴുവനും അല്ല ലോകം മുഴുവനും അവരെ പിന്താങ്ങാൻ രംഗത്ത് വന്നു. അവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും എല്ലാ ഭാഗത്തും ഒഴുകിയെത്തി. സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടായപ്പോൾ ആരാണ് എന്ന് പോലും അറിയില്ല. എല്ലാ ഭാഗത്തു നിന്നും ആഹ്വാനത്തോട് പ്രതികരണമുണ്ടായി. അകത്തു നിന്ന് പുറത്തു നിന്ന് വേണ്ട, ഇന്ത്യക്കകത്തും പുറത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം പണം മുടക്കി അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട വസ്തുക്കളെല്ലാം അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാം ഒരു പുതിയ സമരപാഠമാണ്. വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ സമരവീര്യം കണ്ട് ഈ നാട് വീണ്ടും അഭിമാനപ്പെടുന്ന നിമിഷമാണിത്. ഈ നിമിഷത്തിൽ നമുക്ക് വീണ്ടും പ്രഖ്യാപിക്കേണ്ടതുണ്ട്, പോരാട്ടത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഭാഗികമായി വിജയിച്ചിരിക്കുന്നു. അത് മുഴുവൻ പൂർത്തിയായിട്ടില്ല. ധർമ്മേന്ദ്ര പ്രസാദ് രക്ഷിക്കുവാൻ വേണ്ടി BJP കാണിച്ച, മോദി ഒരുക്കിയ എല്ലാ തന്ത്രങ്ങളും പാളിപ്പോയിരിക്കുന്നു. ഇനിയും തന്ത്രങ്ങൾ വരെയും ഇനിയും അവരുടെ എല്ലാ കുരുട്ടുബുദ്ധി രംഗത്തിറക്കിയേക്കാം. അതെല്ലാം വന്നാലും ശരി, നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഈ നാടിൻ്റെ ലക്ഷ്യബോധമാണ് ഇനിയിപ്പോൾ ആളിക്കത്തേണ്ടത്. തീർച്ചയായിട്ടും അത് ആളിക്കത്തും. ആ സമരവീര്യത്തിൻ്റെ ജ്വാലയ്ക്ക് മുമ്പിൽ മോദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ കുപ്രചരണങ്ങളും, എല്ലാ നീചമായ രാഷ്ട്രീയവും, എല്ലാ പിന്തിരിപ്പൻ പ്രത്യയശാസ്ത്രവും അതിന് മുട്ടുകുത്തി പിന്നോട്ട് പോകേണ്ടി വരും. ജനങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം അജയ്യമാണെന്ന് ഇന്ത്യ വീണ്ടും ലോകത്തെ അറിയിക്കുന്നു. ഇത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആരെല്ലാം കൊതിക്കുന്നുണ്ടോ അവർക്കെല്ലാം ആവേശം പകരുന്ന, പ്രചോദനം പകരുന്ന, ഉറപ്പ് കൊടുക്കുന്ന നിമിഷമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമരസഹാക്കളെയും വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു.